ലോകത്ത് ഏറ്റവും വരുമാനമുള്ള തൊഴിൽ ക്രിക്കറ്റാണോ? ക്രിക്കറ്റ് കളിക്കാർ കോടികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയാമോ? മാച്ചിനിടയിൽ ടിവിയിൽ എങ്ങനെയാണ് ലൈവ് എഡിറ്റിംഗ് നടക്കുന്നത് എന്നറിയണോ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമാകാൻ എന്തൊക്കെ കടമ്പകളുണ്ടെന്നറിയാമോ? നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ക്രിക്കറ്റ് വിശേഷങ്ങളുമായാണ് ഫാക്സ് മോജോ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി ഓഫ് ക്രിക്കറ്റ്. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൈഫ് അലി ഖാന്റെ അച്ഛനും മുത്തച്ഛനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്ലെയർ ആയിരുന്നെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? അദ്ദേഹത്തിന്റെ അച്ഛനായ മൻസൂർ അലി ഖാൻ പത്തോദിയും മുത്തച്ഛനായ ഇഫ്തിഖർ അലി ഖാൻ പത്തോദിയും പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് ആയിരുന്നു. മൻസൂർ അലി ഖാൻ, അതായത് സൈഫ് അലി ഖാന്റെ അച്ഛൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. മാത്രമല്ല, ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും വേണ്ടി കളിച്ച ഏക ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാരനുമായിരുന്നു അദ്ദേഹം. വെറും 37 പന്തിൽ നിന്നും ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് ഷാഹിദ് അഫ്രീദി സ്വന്തമാക്കിയ കഥ നിങ്ങൾക്കറിയില്ലേ? എന്നാൽ ഈ ചരിത്ര നേട്ടത്തിന് പിറകിൽ ചില അറിയാക്കഥകൾ കൂടിയുണ്ട്. അഫ്രീദി അന്ന് ഉപയോഗിച്ച ബാറ്റ് യഥാർത്ഥത്തിൽ സച്ചിൻ തെണ്ടുൽക്കറുടെയായിരുന്നു. അഫ്രീദിയുടെ ടീമേറ്റായ വക്കാർ യൂസിന് സച്ചിൻ സമ്മാനമായി നൽകിയ ബാറ്റായിരുന്നു അത്. അപ്പോൾ പിന്നെ ഇതിലും വലിയ റെക്കോർഡുകൾ പിറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ തെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും തങ്ങളുടെ ടെസ്റ്റ് കരിയറിൽ ആകെ ഒരൊറ്റ തവണ മാത്രമാണ് സ്റ്റംപ് ചെയ്ത് പുറത്തായിട്ടുള്ളത്. ദമോനെ, ലൈക്ക് മാടി, എവിടെ ലൈക്ക്? സാധാരണ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സമയപരിധി 43 മണിക്കൂർ 16 മിനിറ്റ്സ് ആണ്. എന്നാൽ 1939 ഡർബനിൽ നടന്ന ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് 12 ദിവസത്തോളമാണ് നീണ്ടുനിന്നത്. അവസാനം കളി സമനിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ടൈംലെസ് ടെസ്റ്റ് എന്ന ടൈറ്റിലോടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു മത്സരം കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ രണ്ടാമത്തെ കായിക വിനോദമാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റിനെ സംബന്ധിച്ച് നടക്കുന്ന ഏറ്റവും വലിയ ഇവന്റാണ് ലോകകപ്പ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ഇതിന്റെ സംഘാടകർ. 1975 ജൂണിൽ ഇംഗ്ലണ്ടിൽ വെച്ചാണ് ആദ്യ ലോകകപ്പ് മത്സരം നടന്നത്. 4 വർഷം കൂടുമ്പോഴാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. 1900 പാരീസ് ഗെയിംസിൽ ക്രിക്കറ്റ് ഒരു ഒളിമ്പിക്സ് കായിക ഇനമായി ഉൾപ്പെടുത്തിയിരുന്നു. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2028 ലോസ് ഏഞ്ചലസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് തിരിച്ചെത്തുകയാണ്. ടെസ്റ്റ് മാച്ച്, വൺ ഡേ മാച്ച്, T20 എന്നിങ്ങനെ പ്രധാനമായും 3 തരത്തിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളാണ് ലോകമെമ്പാടും നടക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രഡീഷണൽ ക്രിക്കറ്റ് ഫോർമാറ്റാണ് ടെസ്റ്റ് ക്രിക്കറ്റ്. ക്രിക്കറ്റിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമായി ആളുകൾ കണക്കാക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിനെയാണ്. ക്രിക്കറ്റിന്റെ ഏറ്റവും വേഗതയേറിയ ഫോർമാറ്റാണ് T20. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇതിന്റെ ദൈർഘ്യം. ക്രിക്കറ്റിൽ വിക്കറ്റ് എടുക്കുന്നതിൽ പ്രധാനിയാണല്ലോ സ്റ്റംപ്. 3 സ്റ്റംപുകൾക്ക് മുകളിൽ ഹൊറിസോണ്ടലായി വെക്കുന്ന ചെറിയ കോലുകളാണ് ബെയിൽസ്. ബെയിൽസ് വീണാൽ ബാറ്റ്സ്മാൻ ഔട്ടാണ്. ക്രിക്കറ്റ് കൂടുതൽ സുതാര്യമാക്കാനാണ് LED സ്റ്റംപുകളും ബെയിൽസും ഉപയോഗിക്കാൻ തുടങ്ങിയത്. സംഭവം കാണാൻ വളരെ ചെറുതാണെങ്കിലും സ്റ്റംപും ബെയിൽസും വളരെ എക്സ്പെൻസീവാണ്. 2022 ഇന്ത്യൻ T20 ലീഗിൽ ഉപയോഗിച്ച ബെയിൽസിന് 50,000 രൂപയും സ്റ്റംപിനാകട്ടെ ഏകദേശം 3 ലക്ഷത്തോളം രൂപയുമായിരുന്നു വില. വളരെ ആക്യുറേറ്റ് ആയ ലൈറ്റ് സെൻസറുകൾ ഉപയോഗിക്കുന്നതിനാലാണ് ഇത്രയധികം വില വരുന്നത്. വെറും 2 സ്റ്റംപ് മാത്രമുള്ള ഒരു കാലവും ക്രിക്കറ്റിനുണ്ടായിരുന്നു. അമ്പയറിന് വിധി നിർണ്ണയിക്കാനുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാനായി ക്രിക്കറ്റിൽ പിന്നീട് 3 സ്റ്റംപ് ഉപയോഗിക്കാൻ തുടങ്ങി. അല്ല പിന്നെ, ക്രിക്കറ്റ് ബോൾ വളരെ ഹാർഡാണെന്നറിയാമല്ലോ. ബോളിന്റെ ഔട്ടർ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് ലെതർ കൊണ്ടും ഉൾഭാഗം കോർക്ക് കൊണ്ടുമാണ്. പിന്നീട് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുത്താണ് ഈ പരുവത്തിലാക്കുന്നത്. ഒരു ക്രിക്കറ്റ് ബോളിന്റെ ശരാശരി ഭാരം 159.9 ഗ്രാം മുതൽ 163 ഗ്രാം വരെയാണ്. ചുവന്ന പന്തുകൾ ടെസ്റ്റ് ക്രിക്കറ്റിലും വെളുത്ത പന്തുകൾ ഓവർ ലിമിറ്റുള്ള മാച്ചുകളിലും ഉപയോഗിക്കുന്നു. വെളുത്തവയുടെ സർഫസ് ചുവന്നതിനേക്കാൾ ഹാർഡും മിനുസമാർന്നതുമാണ്. സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾക്ക് താഴെ കൂടുതൽ വിസിബിൾ ആകുന്നതിനായി രാത്രിയിലെ ടെസ്റ്റ് മത്സരങ്ങളിൽ പിങ്ക് ബോളുകളാണ് ഉപയോഗിക്കുന്നത്. ബൈ ദ ബൈ, ഈ വർഷത്തെ IPL ബോളിന്റെ വില എത്രയാണെന്നറിയാമോ? 12,000 രൂപ. നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് കമന്റ് ചെയ്യണേ. ഇനി ക്രിക്കറ്റ് ബാറ്റിന്റെ കാര്യമെടുത്താൽ വില്ലോ മരത്തിന്റെ തടി കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. ബാറ്റിന്റെ നീളം 96.5 സെന്റിമീറ്ററിനും വീതി 10.8 സെന്റിമീറ്ററിനും ഇടയിലായിരിക്കും. ഭാരമാകട്ടെ 1.1 മുതൽ 1.4 കിലോഗ്രാം വരെയുമായിരിക്കും. 40,000 രൂപ മുതലാണ് ഇംഗ്ലീഷ് വില്ലോ ബാറ്റിന്റെ റേറ്റ് ആരംഭിക്കുന്നത്. കോൺകേവ് ബാറ്റ്, ഫുൾ പ്രൊഫൈൽ ബാറ്റ് എന്നിങ്ങനെ 2 തരത്തിലുള്ള ബാറ്റുകളുണ്ട്. ബാറ്റിന്റെ പിൻഭാഗം കർവായി നിർമ്മിക്കുന്നതാണ് കോൺകേവ് ബാറ്റ്. പ്രൊഫൈൽ ബാറ്റുകളേക്കാൾ ഇതിന് വെയിറ്റ് കുറവായിരിക്കും. കളിക്കാരന്റെ സൗകര്യത്തിനനുസരിച്ച് ബാറ്റ് തിരഞ്ഞെടുക്കാം. ഒരു ക്രിക്കറ്റർ ആവാനുള്ള കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല. അതുപോലെ തന്നെ ഒരു ക്രിക്കറ്ററായി കഴിഞ്ഞ ശേഷമുള്ള ജീവിതം ശരിക്കും സ്വപ്ന തുല്യവുമായിരിക്കും. ക്രിക്കറ്റ് കരിയറായി തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മെച്ചങ്ങളെക്കുറിച്ചും അറിയണ്ടേ? കേട്ടോളൂ. ഓരോ രാജ്യത്തും കളിക്കാരുടെ സാലറിയിൽ വലിയ വ്യത്യാസമുണ്ട്.
കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാച്ചിലും പ്രതിഫലമായി താരങ്ങൾ നേടുന്നത്. ഉദാഹരണത്തിന് 2018 കണക്ക് പ്രകാരം ഓസ്ട്രേലിയയിൽ ഒരു ഇന്റർനാഷണൽ പ്ലെയറിന്റെ സ്റ്റാർട്ടിംഗ് സാലറി 2 കോടിയോളം വരും. അപ്പോൾ പിന്നെ ഒരു MVP, അതായത് മോസ്റ്റ് വാല്യുബിൾ പ്ലെയറിന്റെ സാലറി എന്തായിരിക്കുമെന്ന് ഗസ് ചെയ്യാമോ? ടോപ്പ് പ്ലെയറിന് 11 കോടിയോളമാണ് അവിടുത്തെ പ്രതിഫലം. ഇതുകൂടാതെ പരസ്യങ്ങളിലൂടെയും മറ്റ് കളിയിലൂടെ ലഭിക്കുന്നതിന്റെ ഇരട്ടി സമ്പാദിക്കുന്നുമുണ്ട്. ക്രിക്കറ്റ് ഒട്ടും മോശമല്ലാത്ത ഒരു ടോപ്പ് ക്ലാസ് കരിയറാണ്. വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു തുടങ്ങാം.